ഇനി മുതൽ ഞാൻ അറ്റൻഡൻസ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ എടുക്കും. സ്റ്റാർട്ടിങ്ങിലുള്ളവർക്ക് അറ്റൻഡൻസ് ഇടുക. ഇത് കൃത്യമായിട്ട് ഒരു മാക്സിമം ഒരു 5 മിനിറ്റിനുള്ളിൽ എന്തായാലും ക്ലാസ്സിൽ കയറിയിരിക്കണം. കാരണം അരമണിക്കൂർ ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കറക്റ്റ് 12 മുട്ടാൻ നിൽക്കണ്ട. അതിന് 2 മിനിറ്റ് മുമ്പേ ക്ലാസ്സിൽ കയറിയ ഒരു പ്രശ്നം വരില്ല. ഓക്കെ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? പത്തേ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സാർ. ഓക്കെ സാറേ, ഇന്നലെ എടുത്തോ. എവിടെ നമ്മൾ തുടങ്ങിയെന്നല്ല, എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്ത്? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ. ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ബേസിക് ആയിട്ട് എന്തിനെ പറ്റിയാ? വിസ്കസ് ഫ്ലോ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ലാമിനാർ ഫ്ലോ അല്ലെങ്കിൽ വിസ്കസ് ഫ്ലോന്റെ വെലോസിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ പറഞ്ഞു. റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, ഡ്രോപ്പ്, പ്രഷർ ഡ്രോപ്പ് എത്രയാണ്, അല്ലെങ്കിൽ പ്രഷർ ഹെഡ് ലോസ് എത്രയാണ്, ലോസ് ഓഫ് പ്രഷർ ഹെഡ് എന്ന് പറഞ്ഞു. എന്തായാലും ഹേഗൻ പോയ്സലി ഇക്വേഷൻ ഓർമ്മയുണ്ടോ? ഹേഗൻ പോയ്സലി ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ് വൈൻഡപ്പ് ചെയ്തത്. അതായത് എന്തുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു? പ്രഷർ ഡ്രോപ്പുമായിട്ട് കണക്റ്റഡ് ആണ് എന്ത്? ഹേഗൻ പോയ്സലി റിലേഷൻ പറഞ്ഞത്. P1 - P2 by rho g is equal to HF equal to 32 mu U bar L by rho g d square എന്നുണ്ട്. ഓക്കെ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഈ പ്രോബ്ലം ഒന്ന് എഴുതിയ. ക്രൂഡ് ഓയിൽ എഴുതി വെക്കണം, എല്ലാവരും മസ്റ്റായിട്ട് എഴുതണം. ഇതുവരെ കഴിഞ്ഞ 3 മൊഡ്യൂൾസിന് പ്രോബ്ലംസിന് നോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എ ക്രൂഡ് ഓയിൽ of viscosity 0.97, a crude oil of viscosity 0.97 poise, and the relative density is 0.9, is flowing through a horizontal circular pipe of diameter 100 mm, and length 10 meter, and length 10 meter. Calculate the difference of pressure. Calculate the difference of pressure at the two ends of the pipe. Calculate the difference of pressure at the two ends of the pipe. If 100 kilogram of the oil is collected in a tank in 30 seconds. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞല്ലോ. തന്ന ഡാറ്റാസ് എന്തൊക്കെയോ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയാ ഇപ്പൊ തന്ന ഡാറ്റാസ്? ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടെ.
13 ആളോ? ബാക്കിയുള്ള ഓർഡർ അവിടെ? ഈ ക്ലാസ് കഴിയാറാവുമ്പോ കയറിയിട്ട് അറ്റൻഡൻസ് പറയുന്ന പരിപാടി വേണ്ടേ? അറ്റൻഡൻസ് പറഞ്ഞില്ല പെട്ടെന്ന്. ആകാശ് കെ എം. Sir, present, sir. അഖിൽ എം. അഖിൽ അഖിലില്ല. ഓക്കെ. അമിത്. Present, sir. അനിരുദ്ധ്. അനിരുദ്ധ് ഇല്ല. കാർത്തിക്. Present, sir. Then ലാദിൻ. Present, sir. ഷഹസാദ്. Present, sir. മുക്താസിം. അസഫ്. Present, sir. ഫർദീൻ. Present, sir. ഫത്തേഹ്. Present, sir. സമ. സിയാൻ. നിഷാഖ്. Present, sir. നിവേദ്. Present, sir. ഓക്കെ. പ്രത്യുഷ്. രാഹുൽ. Present, sir. Present. സരുൺ. Present, sir. സൗരഭ്. ശ്രീരാഗ്. Present, sir. വിഷ്ണു എ പി. Present, sir. വിഷ്ണു എൻ. Present, sir. ധർമ്മേഷ്. Present, sir. ഓക്കെ. Sir, അഖിലല്ലേ? അഖിലവിടെ പോയി. അഖിലെ നേരത്തെ വിളിക്കുമ്പോ Sir, ഇപ്പൊ കേറിയ. ഇപ്പൊ കേറാ. അതന്നെ ഞാൻ ചോദിച്ചതും. അറ്റൻഡൻസ് വിളിക്കുന്നത് മാത്രം കേറി നിക്കല്ല കേട്ടാ. എവിടെ പോയിന് ഇത്രയും നേരം? അരമണിക്കൂർ ബ്രേക്ക് തന്നില്ല. എവിടെ പോയിന്? ഒന്ന് പുറത്തു പോയിനു. ഇപ്പൊ കൊന്നേ ഈ ടൈപ്പ്. തോന്നുന്ന സമയത്ത് ക്ലാസ്സിൽ കയറി അറ്റൻഡൻസ് ഇടൂല ഇനി മുതല്. ഓക്കെ. ബാക്കി ഓർഡർ ആബ്സെന്റ് പ്രസന്റ് പറയാത്ത ഓർഡറിൽ ആബ്സെന്റ് ഇട്ടിട്ടുണ്ട്. ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ പറ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എന്താ തന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാ ക്വസ്റ്റ്യനില്? ശരിയാക്കി എന്തൊക്കെയാ തന്ന ഡീറ്റെയിൽസ്? ക്വസ്റ്റ്യനിൽ തന്ന ഡാറ്റാസ് എന്തൊക്കെയാ? Oil viscosity, പിന്നെ relative density, diameter, length. ഓക്കെ. വിസ്കോസിറ്റി വന്നിട്ടുണ്ട് പോയിസിന്. ഓക്കെ. ഇതിന്റെ കൺവേർഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എങ്ങനെ ഇതിനെ കൺവേർട്ട് ചെയ്യാം? ഡിവൈഡ് ബൈ 10 എഴുതാം. പോയിസിനെ ഡിവൈഡ് ബൈ 10 എഴുതാം. ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ. ഡൈനാമിക് വിസ്കോസിറ്റിനെ കൺവേർട്ട് ചെയ്യുന്ന ഇക്വേഷൻ. ഡൈനാമിക് വിസ്കോസിറ്റിന്റെ പോയിസ് ആണ്. കൈനമാറ്റിക് വിസ്കോസിറ്റിന്റെ എന്താ? സിമിലർലി CGS യൂണിറ്റ് എന്താ? സ്റ്റോക്സ് ആയിരുന്നു. റിലേറ്റീവ് ഡെൻസിറ്റി എന്ന എന്തിനാ? റിലേറ്റീവ് ഡെൻസിറ്റി എന്ന അതിന്റെ ഡെൻസിറ്റി ഓഫ് ഓയിൽ കണ്ടുപിടിക്കാൻ പറ്റും. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ. ഡയമീറ്റർ ഓഫ് പൈപ്പ് തന്നിട്ടുണ്ട്. ലെങ്ത് തന്നിട്ടുണ്ട്. ദെൻ മാസ് ഓഫ് ഓയിൽ കളക്ടഡ് ഈസ് 100 കിലോഗ്രാം വിത്തിൻ എ ടൈം ഓഫ് 30 സെക്കൻഡ്സ്. ഇത്രയും ഡാറ്റ തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എന്താ ക്വസ്റ്റ്യനിൽ? കാൽക്കുലേറ്റ് ദ പ്രഷർ ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. പ്രഷർ ഡിഫറൻസിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. 32 mu u bar L by d square എന്ന്. ഓക്കെ. പ്രഷർ ഡിഫറൻസിന്റെ ഇക്വേഷൻ 32 mu u bar L by d square. ഇതിൽ നമുക്ക് d അറിയാം, L അറിയാം, mu അറിയാം. പക്ഷെ എന്തറിയില്ല? u bar അറിയില്ല. സോ u bar നമ്മൾ കണ്ടുപിടിക്കണം. u bar എങ്ങനെ കണ്ടുപിടിച്ച്? നമ്മൾ ഇന്നലെ ഡിസ്ചാർജ് ബൈ ഏരിയ വെച്ചിട്ടാണ്. സോ ഏരിയ കണ്ടുപിടിക്കാൻ d ഉണ്ട്. ഡിസ്ചാർജ് കണ്ടുപിടിക്കണം. ഓക്കെ. ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കുക? തന്ന ഡാറ്റാസ് വെച്ചിട്ട് ഡിസ്ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? എങ്ങനെ കണ്ടുപിടിക്കുക ഡിസ്ചാർജ്?
തന്ന ഡാറ്റാസ് Discharge ആ പറ. Q is equal to by W എന്നല്ലേ? ഡബ്ല്യു വെയിറ്റ്. വെയിറ്റ് ഇവിടെ വന്നിട്ടില്ല ഇനി. ക്യൂ ഈസ് ഈക്വൽ ടു ഈ തന്ന ഡാറ്റേന്റെ അന്ന് വേറെ കണക്ട് ചെയ്യാൻ പറ്റില്ല. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടില്ലടാ, മാസ് തന്നിട്ടില്ലേ? മാസം ടൈം തന്നിട്ടുണ്ടെങ്കിൽ മാസ് ബൈ ടൈം എന്ത് കിട്ടും? മാസ് ഫ്ലോ റേറ്റ് കിട്ടും. മാസ് ഫ്ലോ റേറ്റും ഡിസ്ചാർജ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാ? മാസ് ഫ്ലോ റേറ്റ് എങ്ങനെയാ ഡിസ്ചാർജ് ആയിട്ട് കണക്ട് ചെയ്യുക നമ്മള്? ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ആണ് മാസ് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡെൻസിറ്റി കണ്ടുപിടി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ആണ് മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഡെൻസിറ്റി 900 ആണെന്നറിയാം, മാസ് ഫ്ലോ റേറ്റ് 100/30 ആണെന്നറിയാം. ഓക്കെ, മാസ് ബൈ ടൈം ആണ് മാസ് ഫ്ലോ റേറ്റ്. സോ മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ഡിസ്ചാർജ് ആണ്. ഒന്ന് ഡിസ്ചാർജ് കണ്ടുപിടിച്ചേ, ജസ്റ്റ് ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നു. കിട്ടിയ എത്രയാ വന്ന്? എത്രയാടെ ക്യൂ വന്ന്? ജസ്റ്റ് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറ. എത്രയാക്കിലേ കിട്ടിയ? ചെയ്തില്ല, ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ടിരിക്കുന്നേ. എവിടെ നോക്കിയിട്ട്? സ്ക്രീൻഷോട്ട് എടുത്തിനേ ഇപ്പൊ സാറാ. ആൻസർ വിൽ ബി 0.0037 വരും. 0.0037 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് വരും. ഓക്കെ, സോ ഇത് വെച്ചിട്ട് ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ എത്ര കിട്ടും? ആവറേജ് വെലോസിറ്റി വിൽ ബി ക്യൂ ഡിവൈഡ് ബൈ ഏരിയ. ഓക്കെ, സോ 0.0037 ഡിവൈഡ് ബൈ 5/4 ഡി സ്ക്വയർ. ഡി നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഫസ്റ്റ് പ്രോബ്ലം ആയിട്ടാണ് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, 0.471 വരും. നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ഇനിയുള്ള ഇക്വേഷൻ, നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷൻ ഒക്കെ ലാമിനാർ ഫ്ലോറിലെ അസംഷൻ എടുത്തിട്ടാണ്. അതായത് റെനോൾഡ്സ് നമ്പർ <2000 ആണല്ലോ അസംഷൻ എടുത്തിട്ടാണ് എന്ത് 32 mu u bar L by d square എന്ന ഇക്വേഷൻ കണ്ടുപിടിച്ചേക്കണത്. ഓക്കെ, പക്ഷെ ഈ തരുന്ന പ്രോബ്ലത്തിലും അതേ കേസ് ആണോ എന്ന് നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യണം. ലാമിനാർ ആണെങ്കിലേ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. മറിച്ച് ടർബുലന്റ് ആണെങ്കിൽ നമ്മൾ വേറെ ഇക്വേഷൻസ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും പ്രോബ്ലം തരുമ്പോൾ ഫൈനലായിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാമിനാറിന്റെ പ്രോബ്ലം ആയിരിക്കില്ല, ടർബുലന്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം ലാമിനാർ ആണോ ടർബുലന്റ് ആണോ. സോ വി ഹാവ് ടു ചെക്ക് വെദർ റെനോൾഡ്സ് നമ്പർ ഈസ് ലെസ് ദാൻ 2000 ഓർ നോട്ട്. സോ ഒന്ന് ഇത് വെച്ചിട്ട് റെനോൾഡ്സ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ചേ. ഈ ഫാക്ട് വെച്ചിട്ട് ഒന്ന് റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചേ. ഒന്ന് തന്ന ഡീറ്റെയിൽസ് വെച്ച് റെനോൾഡ്സ് നമ്പറിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ.
437. എത്രയാ വന്ന് RE വാല്യൂ 37. 436 വന്നു, റൈറ്റ്? RE വാല്യൂ വിൽ കം 436 വരും. ദാറ്റ് മീൻസ് ഫ്ലോ എന്താണ്? ലാമിനാർ ആണ്. 436 എന്ന് പറയുന്നത് 2000 ബിലോ അല്ലേ? സോ ഫ്ലോ വിൽ ബി ലാമിനാർ. സോ എന്ത് കണ്ടുപിടിച്ചു നമ്മള്? ഫ്ലോ ലാമിനാർ ആണ് പ്രൂവ് ചെയ്തു. ദെൻ പ്രഷർ ഡ്രോപ്പ് ആയിരുന്നു ക്വസ്റ്റ്യൻ. P1 മൈനസ് P2ന്റെ ഇക്വേഷൻ 32 mu u bar L by d സ്ക്വയർ ആണ്. ഓക്കെ, 32 mu u bar L by d സ്ക്വയർ. അതിനകത്ത് 32 കോൺസ്റ്റന്റ്, ദെൻ mu നമുക്കറിയാം. u bar മാത്രമായിരുന്നു നമുക്ക് അറിയാത്തിരുന്നത്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എത്രയാ ഇത് വരുന്നത് നോക്കിയേ, പ്രഷർ ഡ്രോപ്പ് എത്രയാ വരിക എന്നൊന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. പ്രഷർ ഡ്രോപ്പ് എത്രയാ കിട്ടുക? ഇക്വേഷനിൽ ഇട്ടിട്ട് ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രഷർ ഡ്രോപ്പ് എത്രയാ വരുന്നത് പറ. എത്രയാ മക്കളെ കിട്ടിയ? കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടാ? 32 ഇൻറ്റു മ്യൂ ഇൻറ്റു യു ബാർ ഇൻറ്റു എൽ ഡിവൈഡ് ബൈ ഡി സ്ക്വയർ. 32 ഇൻറ്റു മ്യൂ എത്രയാ തന്നിട്ടുണ്ട്? എത്രയാ? 0.097 ഇൻറ്റു യു ബാർ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1462. എത്ര കിട്ടിയ? 1462. 62. യൂണിറ്റ് എത്രയാ? യൂണിറ്റ് എന്താ? എപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പം യൂണിറ്റ് അടക്കം എഴുതണം, ഇല്ലെങ്കിൽ ഒരിക്കലും മാർക്ക് കിട്ടില്ല. എത്രയാ യൂണിറ്റ്? എത്രയാ പ്രഷർ ഡ്രോപ്പിന്റെ യൂണിറ്റ്? എന്താ വരിക? പ്രഷർ ഡ്രോപ്പിന്റെ യൂണിറ്റ് എന്താണ് വരിക? പ്രഷറിന്റെ യൂണിറ്റ് എന്താ? ഇതിപ്പോ കാൽക്കുലേഷൻ നേരിച്ച് നടത്തിയേക്കണേ SI യൂണിറ്റിലാണ്. എന്താ വിഷ്ണു വരിക? വിഷ്ണു AP എന്താ പ്രഷറിന്റെ യൂണിറ്റ് വരിക? ന്യൂട്ടൺ പെർ മീറ്റർ. ന്യൂട്ടൺ പെർ മീറ്റർ ആണോ? പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താ? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. Newton per meter square. ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ 1462.28 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദിസ് ഇസ് ദ പ്രഷർ ഡ്രോപ്പ്. അതിനെ സെന്റിമീറ്റർ സ്ക്വയറിലാക്കണമെങ്കിൽ നമുക്ക് 0.1462 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിൽ എഴുതാം. സാധാരണ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ തന്നെ എഴുതിയാൽ മതി. അതാണ് ഫൈനൽ SI യൂണിറ്റിലെ സിസ്റ്റം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയ.
An oil of viscosity 0.1 Newton second per meter square and relative density 0.9 is flowing through a circular pipe of diameter 50 mm and a length of 300 meters. The rate of flow of fluid through the pipe is 3.5 liters per second. Find the pressure drop in a length of 300 meter and also the shear stress at the pipe wall. എഴുതിയില്ലേ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ? എഴുതിയാം? പറയടോ, ക്വസ്റ്റ്യൻ എഴുതിയാ? ഓക്കെ. അമിത്, എന്താ ഈ ന്യൂട്ടൺ പെർ സെക്കൻഡ് മീറ്റർ ഇവിടെ പറയുന്ന വിസ്കോസിറ്റി ഏത് വിസ്കോസിറ്റിയാ അമിത്? യെസ് സാർ. ഇവിടെ പറയുന്ന വിസ്കോസിറ്റി ഏത് വിസ്കോസിറ്റിയാ? അത് സാർ ആ, ഡൈനാമിക് അല്ലേ? ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. എന്ത് ഇവിടെ വന്നിരിക്കുന്ന വിസ്കോസിറ്റിയാണ് ഡൈനാമിക് വിസ്കോസിറ്റി ആണ്. ഓക്കെ സാർ. കൈനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് എന്താ? ആലോചിക്കുന്ന കൈനമാറ്റിക് വിസ്കോസിറ്റി യൂണിറ്റ് മീറ്റർ സ്ക്വയർ പെർ സെക്കൻഡ്. മീറ്റർ സെക്കൻഡ് സ്ക്വയർ. തന്ന ഡാറ്റാസ് എന്തൊക്കെയാ എടുത്ത് ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. എന്നിട്ട് ഒന്ന് പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിച്ച് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിലാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഒരു ഡിസ്ചാർജ് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഡിസ്ചാർജിയുടെ കറക്റ്റ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഡിസ്ചാർജ് പ്രത്യേകമായിട്ട് കണ്ടുപിടിക്കണ്ട. ഇപ്പൊ ഒന്ന് കണ്ടുപിടിച്ചേ പ്രഷർ ഡ്രോപ്പ് എത്രയാ വരുമെന്ന് പറഞ്ഞേ. ഇനി എത്ര ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണെന്ന്, അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയറിലോ? പക്ഷെ ആദ്യം ചിന്തിക്കണം, നമ്മളിത് ഫ്ലോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ടർബുലന്റും ആവാം ലാമിനാറും ആവാം. ആദ്യം ഫ്ലോ ഏതാന്ന് ചെക്ക് ചെയ്യണം. അതിനെന്ത് ചെയ്യണം? റെനോൾഡ്സ് നമ്പർ ഫസ്റ്റ് കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ റെനോൾഡ്സ് നമ്പർ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ എത്രയാ വരും? റെനോൾഡ്സ് നമ്പർ ഒന്ന് കണ്ടുപിടിക്കും. റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ബാക്കി കണ്ടുപിടിച്ച കാര്യമുള്ളൂ. റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിച്ചിട്ട് ഫ്ലോ ഏതാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാം ആദ്യം. പ്രത്യക്ഷ ചെയ്യുന്നുണ്ടോ? പ്രത്യക്ഷ എന്താ റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ? പ്രത്യക്ഷ എന്താ റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ? പ്രത്യുഷ് കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നത്? യെസ് സാർ, കേൾക്കുന്നുണ്ട്. അപ്പൊ പറ റെനോൾഡ്സ് നമ്പറിന്റെ ഇക്വേഷൻ എന്താ? RI star is equal to rho VD by mu. VD by mu. mu. അന്ന് കണ്ടുപിടിച്ച rho VD by mu എത്ര RE എത്രയാ വരുന്നത്? ജസ്റ്റ് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ കണ്ടമാനം സമയം എടുക്കല്ലേ. ഇങ്ങനെ പോയാൽ നിങ്ങൾ എക്സാമിന് എഴുതുന്നത് ഭയങ്കര ലാഗായി പോകും. ക്ലാസ്സും പോർഷനിങ്ങും ഇല്ല.
ഓക്കെ, എത്രയാ വന്നത്? റെനോൾഡ്സ് നമ്പർ എത്രയാ വന്നത്? റെനോൾഡ്സ് നമ്പർ കണ്ടുപിടിക്കാൻ ഇത്രയും സമയം? എത്രയാടാ റെനോൾഡ്സ് നമ്പർ കിട്ടിയ? പ്രത്യുഷ എത്ര കിട്ടിയ? ഇവിടെ പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കണ സമയമായി. റെനോൾഡ്സ് നമ്പർ കിട്ടിയില്ല. എനിയോ നീ എന്നാ ചെയ്യുന്നു? റോ എത്രയാ? എടാ നിനക്ക് ഡെൻസിറ്റി എത്രയാന്ന് അറിയോ? പ്രത്യുഷ ഡെൻസിറ്റി എത്രയാ? അല്ല നീ എന്നാ ചെയ്യുന്നെന്ന് പറ. നീ വെറുതെ ഈ കിട്ടിയില്ല എന്നാക്കുന്ന, നീ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നെങ്കിലും പറ. പ്രത്യുഷ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ സാർ ചെയ്തോണ്ടിരിക്കല. എന്താ നീ ചെയ്ത സ്റ്റെപ്പ് ഒന്ന് അല്ല പറഞ്ഞേ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോണ്ടിരിക്കല ഇക്വേഷനിലേക്ക്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഡെൻസിറ്റിന്റെ വാല്യൂ പറ. ആ. ഡെൻസിറ്റി എത്രയാ? ഡെൻസിറ്റി എത്ര നീ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെൻസിറ്റിന്റെ വാല്യൂ നിനക്ക് പറഞ്ഞൂടെ? സാർ 900 ആണോ? ഇതുവരെ നീ അറിയാണ്ട ഈ നിൽക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു പറയുന്നത്. ഈ മുന്നത്തെ പ്രോബ്ലം നീ ചെയ്തിനാ? ആ. ഉള്ളതേ പറയണ്ടു. ആ സാർ. അടുത്ത് ആരെയും ബോധിപ്പിക്കാനായിട്ട് കാണിച്ചിട്ട് കാര്യമില്ലേ. സീരിയസ് ആയിട്ട് പറയുന്നതാ. നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നില്ല. തന്ന ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. മ്യൂ ഈസ് ഈക്വൽ ടു 0.1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ. റിലേറ്റീവ് ഡെൻസിറ്റി ഉണ്ട്. അതിനകത്ത് നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കാം 900 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ദെൻ ഡി ഈസ് ഈക്വൽ ഡയമീറ്റർ ഉണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് ഓൾറെഡി തന്നതാണ് നമുക്ക്. ലിറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് പക്ഷെ തന്നിട്ടുള്ളത്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ SI യൂണിറ്റ് ആയിട്ടുള്ള മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. ലിറ്റേഴ്സ് പെർ സെക്കൻഡിനെ കൺവേർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നൊക്കെ ഇതുവരെ ഫസ്റ്റ് മൊഡ്യൂളിനെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലേക്ക് വരും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് പ്രഷർ ഡ്രോപ്പ് കണ്ടുപിടിക്കാനാ. പ്രഷർ ഡ്രോപ്പിന്റെ ഇക്വേഷൻ എന്താ? 32 mu u bar L by d square ആണ്. പക്ഷെ ഇത് അപ്ലൈ ചെയ്യണമെങ്കിൽ എന്താ? ഫ്ലോ ലാമിനാർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടും? ഈ പ്രഷർ ഡ്രോപ്പിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. കാരണം ഇത് ലാമിനാറിന്റെ ഇക്വേഷൻ ആണ്. സോ ഇനീഷ്യലി R ഈസ് ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ ആണ്. R ഈക്വൽ ടു റോ വി ഡി ബൈ മ്യൂ. സോ റോ അറിയാൻ 900 ആണ്. വി ആവറേജ് വെലോസിറ്റി ആണ് ഉപയോഗിക്കേണ്ടത്. സോ വി എങ്ങനെ കണ്ടുപിടിക്കുക? ക്യൂ ബൈ ഏരിയ. ഇത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. കഴിഞ്ഞ പ്രോബ്ലം വൃത്തിയായിട്ട് മനസ്സിലാക്കി ചെയ്തവരാണെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരു പ്രശ്നമില്ല. കഴിഞ്ഞ ചോദിച്ചതാണ്, എന്തെങ്കിലും മനസ്സിലാകാത്ത പ്രശ്നമുണ്ടോ? ആർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നാലും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ആർക്കും പ്രശ്നം തോന്നിയിട്ടില്ലെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവേണ്ടതല്ല. സോ യു ബാർ കിട്ടി, ഡി വന്നിട്ടുണ്ട്, മ്യൂ നമുക്കറിയാം. സോ ആർ ഇ വാല്യൂ വിൽ ബി 801.9 കിട്ടും. സോ ദിസ് വിൽ ബി ലെസ് ദാൻ 2000. ഓക്കെ. സോ ഫ്ലോ ഈസ് വിസ്കസ് അല്ലെങ്കിൽ ലാമിനാർ ഫ്ലോ ആണെന്ന് പറയാം. ദെൻ വി ക്യാൻ അപ്ലൈ ദ ഇക്വേഷൻ P1 മൈനസ് P2 ഈക്വൽ ടു 32 mu u bar L by d square എന്നതിന്റെ ഇക്വേഷൻ. സോ ഫൈനലി ആൻസർ വിൽ ബി 68.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അല്ലെ മീറ്റർ സ്ക്വയർ തന്നെ പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ദ വാല്യൂ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാണ് 68.43 ന്യൂട്ടൺ പെർ സെന്റിമീറ്റർ സ്ക്വയർ എന്ന്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സെക്ഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇനി സെക്കൻഡ് സെക്ഷൻ എന്തായിരുന്നു? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാനോ? ഷിയർ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഇന്നലെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ടൗ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ഇൻറ്റു സ്മോൾ ആർ ബൈ 2. ഓക്കെ. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചേക്കണേ? ഷിയർ സ്ട്രെസ് അറ്റ് ദ ബൗണ്ടറി ആണ്, അല്ലെങ്കിൽ വാളിലാണ്, പൈപ്പ് വാളിലാണ്. പൈപ്പ് വാളിൽ വരുമ്പം സ്മോൾ ആർ വാല്യൂ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ആയിരിക്കും. ദെൻ ഇക്വേഷൻ വിൽ ബിക്കം ടൗ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ പി ബൈ ഡോ എക്സ് ക്യാപിറ്റൽ ആർ ബൈ 2 ആണ്. ക്യാപിറ്റൽ ആർ ബൈ 2. ഓക്കെ. സോ ഇതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? ഡോ പി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കണം. ഡോ പി ബൈ ഡോ എക്സ് ഒക്കെ നമ്മൾ ഇന്നലെ ഡെറിവേഷനിൽ പറഞ്ഞതാണ്. ആ സാർ L 300 അല്ലേ? 3000 360 ആണ്. ലെങ്ത് ഓഫ് 300 ആണല്ലോ. 300 ആണല്ലോ. എന്താ പ്രശ്നം? 3000 എങ്ങനെ? P1 മൈനസ് P2 പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നിടത്ത് L ന്റെ വാല്യൂ 3000.
ആ ഓക്കെ 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 ഓക്കെ, അത് കറക്ഷൻ വന്നതാണ്. ഓക്കെ, 300 ആണ്, 3000 അല്ല കേട്ടോ, 300 ആണ്. 28.52 അല്ലേ? എന്ത് സ്ട്രെസ് ഷിയർ സ്ട്രെസ് 28.52 വരും. സോ ഡോപ്പി ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുക. ഡോപ്പി ബൈ ഡോ എക്സ് വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് P2 മൈനസ് P1 ആണ്. x2 മൈനസ് x1 ഇട്ട് L കിട്ടി. ദെൻ ഫൈനലി ഇക്വേഷൻ കിട്ടും ഡോപ്പി ബൈ ഡോ എക്സ്. നമുക്ക് ഡയമീറ്റർ അറിയാം, സോ റേഡിയസ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഫൈനലി ഷിയർ സ്ട്രെസ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ വരും 28.52 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് നിങ്ങളൊന്ന് പ്രോബ്ലം ഒന്ന് ഫില്ല് ചെയ്യുക. എല്ലാ പ്രോബ്ലം ഇങ്ങനെ ഓരോന്നും എഴുതി പോകുന്നതാണെങ്കിൽ, കാരണം ഈ സബ്ജക്ട് അങ്ങനെയാണ്, ഒരുപാട് പ്രോബ്ലം ഉണ്ട്, നമുക്ക് ക്ലാസ് മതിയാകാതെ വരും. ഓക്കെ, നമുക്ക് ബാക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, ചെയ്ത് നോക്കുക. നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് മെത്തേഡ് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. സ്ലൈഡ് വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ട് തരാം. ഓരോ ദിവസം അങ്ങനെയാണെങ്കിൽ പ്രോബ്ലം ചെയ്യുന്ന സ്ലൈഡ് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്ത് തരാം സെപ്പറേറ്റ് ആയിട്ട്. ഓക്കെ, ഒന്ന് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് എഴുതി നോക്കുക എന്തായാലും മസ്റ്റ് ആയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, എവിടെയെങ്കിലും സ്റ്റെപ്പ് തിരിയാണ്ടുണ്ടെങ്കിൽ, സ്റ്റെപ്പ് ഏതെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ. ഓക്കെ, ഈ തേർഡ് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് എഴുതിയ ചോദിച്ചാ എന്താ പറഞ്ഞ, എന്തെങ്കിലും പറഞ്ഞോ ആരെങ്കിലും? ഇല്ല സാർ, ഓക്കെ. ഓക്കെ, ഈ തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിയേ. A laminar flow is taking place in a pipe of diameter 200 mm. The maximum velocity is 1.5 meter per second. Find the mean velocity and the radius at which this occurs. You also calculate the velocity at 4 centimeter from the wall of the pipe. Okay. നോക്ക്, ജസ്റ്റ് എക്സ്പ്ലനേഷൻ എന്താ നോക്കുക, എന്നാല് പ്രോബ്ലം എങ്ങനെ ചെയ്യാന്നൊന്ന് മനസ്സിലാക്കുക. ഇതൊന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞില്ലേ? ഹോംവർക്ക് സ്ലൈഡ് ചെയ്യാൻ എന്തായാലും ഇട്ട് തരാം, അപ്പൊ അത് നോക്കി എഴുതി വെക്കരുത്, ഒന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. സോ ഇനീഷ്യലി എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് തന്നിട്ടുണ്ട്, മാക്സിമം വെലോസിറ്റി തന്നിട്ടുണ്ട്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മീൻ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നമുക്ക് പൈപ്പ് ഫ്ലോന്റെ കേസിൽ നമ്മളൊരു ഡെറിവേഷൻ ചെയ്തിട്ട് ഒരു ഫൈനലി ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്യേണ്ടത്, അതായത് യുമാക്സ് ബൈ യു ബാർ എന്ന് പറയുന്നത് അതായത് റേഷ്യോ ഓഫ് മാക്സിമം വെലോസിറ്റി ടു ആവറേജ് വെലോസിറ്റി നമ്മൾ ഇന്നലെ കണ്ടുപിടിച്ചത്, അതായത് 2 ആണെന്ന്. അത് നമ്മൾ പ്രൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മാക്സിമം വെലോസിറ്റിയുടെ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. യുമാക്സ് ബൈ യു ബാർ ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ യു ബാർ എന്ന് പറയുന്നത് 0.75 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സോ ഫൈൻഡ് ദ മീൻ വെലോസിറ്റി ഫസ്റ്റ് പാർട്ട്. ഓക്കെ, ദെൻ ഏത് റേഡിയസിലാണ് ഈ മീൻ വെലോസിറ്റി ഒക്കർ ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ. സോ ജനറലി ഉള്ള മെയിൻ വെലോസിറ്റിന്റെ ഇക്വേഷൻ എടുക്കുക, u is equal to -1/4 mu. ജസ്റ്റ് ആ മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ പറയുന്നത്. എന്നിട്ട് നിങ്ങൾ ഫില്ല് ചെയ്താൽ മതി, ലാസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്താൽ മതി. ഓക്കെ, മെത്തേഡ് ഒന്ന് മനസ്സിലാക്കുന്നു. u is equal to -1/4 mu dou p by dou x into capital R square minus small r square ആണ്. ഓക്കെ, -1/4 mu dou p by dou x capital R square minus small r square. ഇത് ഞാൻ capital R square എടുത്ത് പുറത്ത് എഴുതിയ കോമൺ ആയിട്ട് ഇക്വേഷൻ എന്തായി? -1/4 mu dou p by dou x into r square into 1 minus small r square by capital R square ആണ്. ഈ സെക്ഷൻ ഓഫ് ഇക്വേഷൻ എന്ന് പറയുന്നത് -1/4 mu dou p by dou x r square എന്ന് പറയുന്നത്
യു മാക്സിന്റെ ഇക്വേഷൻ ആണ്. ഓക്കെ, യു മാക്സിന്റെ ഇക്വേഷൻ ആണ്. സോ ഇതെന്താവും ഫൈനൽ ഇക്വേഷൻ? സ്മോൾ യു ഈക്വൽ ടു യു മാക്സ് ഇൻറ്റു 1 മൈനസ് r ബൈ ക്യാപിറ്റൽ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇക്വേഷൻ ഈ ഫോമാറ്റിലായി. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചത് എന്താ? ഈ ആവറേജ് വെലോസിറ്റി ആവുമ്പം സ്മോൾ ആറിന്റെ വാല്യൂ എത്രയാണെന്നാ ചോദിക്കുന്നത്. സോ യു എന്നുള്ള സ്ഥലത്ത് എന്ത് വരും? യു എന്നുള്ള സ്ഥലത്ത് യു ബാർ വരുമ്പോൾ സ്മോൾ ആറിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യു എന്നുള്ള സ്ഥലത്ത് യു ബാർ വരുമ്പോൾ സ്മോൾ ആറിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ യുവിന്റെ വാല്യൂ, യു ബാറിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 0.75. യു മാക്സിന്റെ വാല്യൂ എനിക്കറിയാം 1.5. ഇനി ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ എനിക്കറിയാം എത്രയാ? 0.1 മീറ്റർ ആയിരിക്കും. അപ്പൊ ബാക്കി എല്ലാ പാരാമീറ്ററും പറയുമ്പോൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടും സ്മോൾ ആർ കിട്ടും. റൈറ്റ്, ബാക്കി എല്ലാ പാരാമീറ്ററും അറിയെങ്കിൽ ആ ഇക്വേഷനിൽ റീസബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? സ്മോൾ ആർ കിട്ടും. സെയിം യു ബാർ അറിയാം 0.75, യു മാക്സ് 1.5, d/2 0.2/2 0.1 ആണ്. ഇത്രയും പാരാമീറ്റേഴ്സ് അറിയാമെങ്കിൽ ഇതിനകത്തിൽ അൺനോൺ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആർ മാത്രമാണ്. ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ആണ് ബാക്കിയെല്ലാം. ഓക്കെ, ആ ഇനീഷ്യലി ഐഡിയ മാത്രം കത്തിയാൽ മതി. ബാക്കിയൊക്കെ മാത്തമാറ്റിക്കലി സിംപ്ലി കാൽക്കുലേഷൻസ് ആണ്. ഫൈനലി റേഡിയസ് എന്ത് വരും? 70 mm വരും, അല്ലെങ്കിൽ 0.0707 മീറ്റേഴ്സ് കിട്ടും. ഓക്കെ, 0.0707 മീറ്റേഴ്സ് കിട്ടും ഫൈനലി. ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദി ഇക്വേഷൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ഫൈനൽ പാർട്ട് എന്താ? കാൽക്കുലേറ്റ് ദ വെലോസിറ്റി അറ്റ് 4 centimeter ഫ്രം ദ വാൾ ഓഫ് ദ പൈപ്പ്. ഓക്കെ, അപ്പോൾ ഫൈനലി എന്താ? സിമ്പിൾ ആയിട്ട് ചോദിക്കുന്നത് എന്താ? ഈ ഇക്വേഷനിൽ കൊടുത്താൽ സ്മോൾ ആറിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു എത്രയായിരിക്കും വരിക? വെലോസിറ്റി കണ്ടുപിടിക്കാനേ ചോദിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഡയറക്ട്ലി എന്തെങ്കിലും ഒരു കൊടുക്ക് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എപ്പോഴും ആലോചിക്കണ്ടേ, ഇത് ഡിസ്റ്റൻസ് തന്നേക്കുന്നത് 4 centimeter ഫ്രം ദ വാൾ ഓഫ് ദ പൈപ്പ് ആണ് അല്ലെ? 4 centimeter ഫ്രം ദ വാൾ ഓഫ് ദ പൈപ്പ്. പക്ഷേ നമ്മൾ ഡെറിവേഷൻ, ഈ ഡെറൈവ് ചെയ്ത ഇക്വേഷൻ അതിന് ഇനീഷ്യലി എടുക്കുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, സ്മോൾ ആർ നമ്മൾ എപ്പോഴും മെഷർ ചെയ്യുന്നത് സെൻട്രൽ ആക്സിസ് എന്നാണ്. ഓക്കെ, സെൻട്രൽ ആക്സിസ് വെച്ചിട്ടാണ് നമ്മൾ സ്മോൾ ആർ മെഷർ ചെയ്യുന്നത്. ഈ ഡിസ്റ്റൻസ് 4 centimeter പറഞ്ഞേക്കുന്നത് എവിടുന്ന? ബൗണ്ടറി എന്നാണ്, വാളിന്റെ പൈപ്പ് വാളിനാണ്. അപ്പൊ എന്തായിരിക്കും? റിമൈനിങ് ഡിസ്റ്റൻസ് ആയിരിക്കും സെൻട്രൽ ആക്സിസ് നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടലി 10 centimeter ആണ് റേഡിയസ് എങ്കിൽ സ്മോൾ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 centimeter വരിക. ഓക്കെ, ഓർമ്മിക്കാതെ എപ്പോഴും എടുത്ത് 4 centimeter തന്നെ കാൽക്കുലേഷൻ ചെയ്താൽ തെറ്റും. ഓർത്ത് വെക്കുക, സെൻട്രൽ ആക്സിസ് എന്നാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്? സ്മോൾ ആർ വാല്യൂ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അത് എടുത്ത് പറയുന്നതാണ്, ഡെറിവേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. സോ അത് കിട്ടി കഴിഞ്ഞാൽ ബാക്കി പിന്നെ സിമ്പിൾ ആണ്. സ്മോൾ ആറിന്റെ വാല്യൂ നമുക്കറിയാം, ആ യുവിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ജസ്റ്റ് ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ഫൈനലി വെലോസിറ്റി കിട്ടും 6 centimeter. ഇറ്റ് വിൽ ബി 0.96 meter per second ആണ്. ഓക്കെ, ജസ്റ്റ് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക നിങ്ങൾ. മെത്തേഡ് എളുപ്പമാണ്, അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയത്. ഈ സ്ലൈഡ് ഞാൻ എന്തായാലും ഇന്ന് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ഫസ്റ്റ് ആയിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? ആ സർ. ഓക്കെ, അപ്പൊ ഓക്കെ, ശരി. എന്നാൽ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. Thank you, sir.